അടി കംപ്ലീറ്റ് കോൺക്രീറ്റ് പോയി കമ്പിയിലാണ് നിൽക്കുന്നത്. ശരി. ഞാനിപ്പോൾ ഉള്ളത് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ നമ്മുടെ ദുബായ് റോഡിൻ്റെ അവിടെയാണ്. ദുബായ് റോഡിൻ്റെ അവിടെ നമ്മൾ രായമംഗലത്തേക്ക് പോണ റോഡിൽ ഒരു 50 മീറ്റർ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഓവുപാലം അതിൻ്റെ അടി തകർന്നിട്ട് ഒരുപാട് വർഷമായി. ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്. പാലത്തിൻ്റെ അടിഭാഗമൊക്കെ ഇടിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളെ നാട്ടുകാർ തന്നെ കൃത്യമായിട്ട് പറയും. ദുബായ് റോഡിൽ നിന്ന് ചെട്ടിപ്പടി, കറുകപ്പത്തൂർ, അങ്ങനെ എരുമപ്പെട്ടി, അങ്ങനെ ആ ഭാഗങ്ങൾക്കും പിന്നെ ഇരുങ്കൂട്ടൂർ, രായമംഗലം ഈ ഏരിയയിലൊക്കെ ഒരുപാട് വീടുകളും ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. റൂട്ട് ബസ്സുകളടക്കം ബസ്സുകളും ഹെവി വാഹനങ്ങളും എല്ലാം പോകണം മെയിനായിട്ടുള്ള റോഡാണ്. ഈ റോഡിന്റെ അവസ്ഥ ഞങ്ങൾ കുറേ വട്ടം എല്ലാ മറ്റേ മെമ്പർമാരോടും അതുപോലെ മെമ്പറോടും ബ്ലോക്ക് മെമ്പറോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതിയും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു കരുണ കോളേജ് എന്നൊരു കോളേജുണ്ട്. അതിലേക്കുള്ള കുട്ടികൾ അങ്ങനെ ഒരുപാട് ഏറ്റവും ജനങ്ങൾക്ക് എളുപ്പമായ ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കറുവത്തൂർ കൂടെ ഒക്കെ വളഞ്ഞു വരണം. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടും. ഒരു നല്ലൊരു സംഭവമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കളിപ്പിക്കുന്നത്. അപ്പൊ ഈ പാലം അത്രയും വലിയ അപകടത്തിലാണ് അല്ലേ? അടിയൊക്കെ തുരുമ്പായിട്ട് ഞങ്ങളിപ്പോ ഈ വെള്ളം വരുന്നതിന്റെ മുന്നേ ഞങ്ങൾ ഇതിനെ താഴ്ത്തിപ്പിടിച്ച് ഇവിടെ വൃത്തിയാക്കുമ്പോൾ ഞങ്ങൾ പോയി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തപ്പോ ആകെ കമ്പിന് പുറത്ത് ആകെ ഇതായിട്ടേ. ശരി. ഇതിലേക്ക് പാലത്തിന്റെ അവസ്ഥ ഇങ്ങനെ കിടക്കും. ഇതാണ് ഇതിപ്പോ ഇപ്പൊ പുതിയൊരു കഥയല്ല ഇത്. ശരിക്കും പറഞ്ഞത് വർഷങ്ങളായിട്ടും ഞങ്ങളിത് ഉദ്യോഗതലത്തിലും അതേമാതിരി എല്ലാവരുടെ അടുത്തും ഞങ്ങൾ അപേക്ഷകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഒരു മറുപടി കറക്റ്റായിട്ട് ആരും തന്നിട്ടില്ല. ഇതൊരു അപകടാവസ്ഥയിൽ. നിങ്ങൾ എവിടേക്കാണ് ഇതിന് മുമ്പേ പരാതി അപേക്ഷകൾ കൊടുത്തത്? എല്ലാ ഭാഗത്തും പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം ഇത് ബ്ലോക്കിന്റെ ഇതിലാ വരികയാണ്, ജില്ലാ പഞ്ചായത്തിന്റെ ഇതിലാ വരിക പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. അപ്പൊ അഭിപ്രായം പൊതുജനം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനല്ലേ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അടി വരെ എത്തിയിട്ടുണ്ട് അല്ലേ? അതേപോലെ ഈ സൈഡ് നോക്കിയേ, ഈ സൈഡ് നോക്കിയേ, ഈ സൈഡ് കണ്ടോ? ആ സൈഡ് ഇതിന് മുകളിൽ പിടുത്തം വിട്ടിട്ട് അടി വരെ എത്തിയിരിക്കണം. ആ സൈഡ് അല്ലേ? അതാണ് ഇതിന്റെ അവസ്ഥ. ഇതിനൊരു പരിഹാരം കാണാണിച്ച അത്രയും നല്ലത്. അത് എത്രയും പെട്ടെന്ന്. ഇതൊക്കെ ഈ ഗ്യാപ്പ് വന്നതാണ് ഇവിടെ അല്ലേ? അതൊക്കെ കെട്ടാകന്നിട്ട് വന്നിട്ടുള്ളതാണ്. അല്ല, അത് ഇതിന്റെ വീഡിയോസ് ഉണ്ട്, വീഡിയോസ് വിട്ടുതരാം. അടിഭാഗത്തൊക്കെ കോൺക്രീറ്റ് പോയിരിക്കുന്നു അല്ലേ? അടി കംപ്ലീറ്റ് കോൺക്രീറ്റ് പോയി കമ്പിയിലാണ് നിൽക്കുന്നത്. ശരി. മന്ത്രിക്കൊക്കെ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയണത് അല്ലേ? കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ പേപ്പേഴ്സും വീഡിയോസ് അടക്കം ഈ സാധനം വേണ്ടടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. പരിഹാരം ഇതേവരായിട്ടില്ല. ഇപ്പോഴൊന്നല്ല, ഇപ്പൊ നമ്മുടെ MP രാജേഷ് സഖാവ് ജയിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഇതേ ഇത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്, വീഡിയോസും അപേക്ഷകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പരിഹരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ പരിഹാരം ഒന്നും ഇതേവരെ ആയിട്ടില്ല. അത്രേ ഉള്ളൂ പ്രശ്നം. പരാതി എന്ന് പറയുന്നല്ല, നമുക്ക് ഇതൊന്ന് ക്ലിയർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപകടങ്ങൾ സംഭവിച്ചു, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സർക്കാർ അത് ചെയ്തു, ഇത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറിയാലോ, ഈ റോഡ് കംപ്ലീറ്റ് മൂടിപ്പോയതാ. അതിന് മുന്നേ ആ സാധനത നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ ആ ഷെഡ് അടക്കം മൂടി ഇവിടെ. ഞങ്ങൾക്കൊന്നും എവിടേക്കും ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പാലത്ത് എന്തായാലും ഇത് പണിയെടുക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആ പണ്ടത്തെ ആൾക്കാർ പണിയെടുത്തു. അത് അത്ര സ്ട്രോങ്ങിലായതുകൊണ്ട് ഇത്രയും വർഷം നിന്ന്. ഇതിനൊരു എൻ്റെ അറിവിൽ ഒരു 40 വർഷത്തിൻ്റെ മേലെ പഴക്കം കാണും ഇതിന്. 40 പോരാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അത് ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾക്കും ഈ നാട്ടുകാർക്കും അല്ലെങ്കിൽ ഇതിൽ യാത്ര ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും +2 കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ?
ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ്, ബികോം CA, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BSc ഫുഡ് ടെക്നോളജി, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ്, AICTE അംഗീകാരത്തോടു കൂടി BBA, BCA കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി. UG കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ്. പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് MES എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട്. ഇത് MESന്റെ മാത്രം പ്രത്യേകതയാണ്.